ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാമൊരു മനമായി. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ ദുബായ് സെന്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ കാലഘട്ടത്തിലെ ഒരു നല്ലപറ്റ മനുഷ്യരുടെ ചോദ്യം, വളരെ നീതിപൂർവം ജീവിക്കുകയും സമാധാനത്തോടെ ജീവിക്കുകയും മക്കളെ ദൈവഭക്തിയിൽ വളർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാര്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ളവരോടുള്ള പല ബന്ധങ്ങൾ അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്. പലപ്പോഴും സ്വപ്നത്തിൽ കാണാത്ത വിധം തകർച്ചകൾ അവരെ സംബന്ധിച്ച് വലിയ പാപം ചെയ്തതൊന്നും അവർക്ക് തന്നെ അറിയില്ല. അവർ വലിയ പാപം ചെയ്തവരല്ല, നീതിപൂർവ്വം ജീവിക്കുന്നവരാണ്. ആ മക്കളെ നന്നായിട്ട് വളർത്തണമെന്ന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശീലനങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദൈവത്തോടും സഭയോടുമെല്ലാം ചേർന്ന് ജീവിക്കുന്നതിന്റെ ഇടയ്ക്ക് വരുന്ന സഹനങ്ങൾ, ചിലപ്പോൾ ഈ ഓർത്തനെല്ലാം വിപരീതമായ സംഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ട് തകരുന്ന മനോഭാവം, മനസ്സ്, ഇനി മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ, ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് എന്റെ ജീവിതത്തിൽ ഈ നീതിപൂർവ്വം ജീവിച്ചിട്ടും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുന്നത്? ബൈബിളിൽ ഒരുപക്ഷെ മറ്റ് പുസ്തകങ്ങളൊന്നും അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാകാം, നീതിമാൻ സഹിക്കണോ വേണ്ടയോ, എങ്ങനെ സഹിക്കണം, സഹിച്ചാൽ എന്താണ് അവന്റെ പ്രതിഫലം എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ എഴുതിയതുപോലെ BC 5 or 6 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്ന ഒരു ജോബിന്റെ കഥ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. വിജ്ഞാന പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ജോബ്. 42 അധ്യായങ്ങളിൽ സഹനത്തിന്റെ അർത്ഥം, വ്യാപ്തി, ഒരു സഹിക്കുന്ന മനുഷ്യന്റെ മറ്റു കൂട്ടുകാരിൽ നിന്ന് കേൾക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്നത്, ഭാര്യയിൽ നിൽക്കുന്നതായ വിമർശനങ്ങള്, നീതിമാൻ എന്തുകൊണ്ടിങ്ങനെ ആയി എന്നുള്ള ചോദ്യങ്ങള്, അപമാനങ്ങള്,
അവഹേളനങ്ങളുടെ എല്ലാം ചോദ്യവും ഉത്തരവും ദൈവം അവന്റെ കൂടെ എവിടെ എന്നുള്ളതിന്റെ ഉത്തരവാണ് ഈ ജോബിന്റെ 42 അധ്യായങ്ങൾ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുക. ഒരു നാടക രംഗങ്ങൾ പോലെയാണ് സത്യത്തിൽ ഈ പുസ്തകത്തെ തിരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട 3 രംഗങ്ങളാണ് ഈ നാടകത്തിനുള്ളത് എങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ രംഗം 1ഉം 2ഉം അധ്യായങ്ങൾ കാണുന്നത് ആദ്യത്തെ രംഗമാണ്. എന്താണ്? ജോബിനെ പറ്റി വ്യക്തമായ ഒരു ആമുഖം തരികയാണ്. ആരാണ് ജോബ്, എന്തായിരുന്നു ജോബിന്റെ അവസ്ഥ, ജോബിന്റെ നീതിപൂർവമായ പ്രവർത്തനങ്ങൾ എന്ത്, ജോബിനെ പറ്റി ഒരു നല്ല വ്യക്തത നമുക്ക് തരുന്നു. പൗരസ്ത്യ ദേശത്തെ വലിയ സമ്പന്നനായ ഒരു ജോബിനെയാണ് ബൈബിളിന്റെ ആ വചനം തുടങ്ങുമ്പോൾ തന്നെ 1-ാം അധ്യായത്തിൽ കാണിക്കുന്നത് അവന്റെ സമ്പന്നതയാണ്. ആട് എന്തുമാത്രമുണ്ട്, കാളകൾ എന്തുമാത്രമുണ്ട്, നിലങ്ങൾ എന്തുമാത്രമുണ്ട്, അങ്ങനെ വലിയ സമ്പന്നനായ ജോബിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വ്യക്തമായിട്ട്. അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജോബിനെ കാണിക്കുകയാണ് അടുത്ത ഘട്ടമായിട്ട്. അവൻ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു, അവന് മക്കളുണ്ടായിരുന്നു, അവരോടുകൂടി അവൻ ആനന്ദിക്കുമായിരുന്നു, അവൻ ഇടയ്ക്കിടയ്ക്ക് നല്ല പാർട്ടി സെറ്റ് ചെയ്യും, മക്കളെ എല്ലാം വിളിക്കും, എല്ലാവരോടും ഒന്നുചേർന്ന് ആ ആഘോഷങ്ങൾ നടത്തുന്ന ഒരു വീട്, സമ്പന്നമായ വീട്, ആഘോഷങ്ങൾ നടത്തുന്ന വീട്. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് എല്ലാത്തിനും 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിരുന്നു എന്നുള്ളതിന്റെ സർവ്വ തെളിവുകളും അവിടെ കാണുന്നുണ്ട്. കാരണം ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ജോബ് തന്റെ മക്കൾക്ക് വരാം ഒരുപക്ഷെ ഭാവിയിൽ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിടയ്ക്കൊക്കെ മദ്യം അവർ കഴിച്ചിട്ട് ദൈവദൂഷണം പറഞ്ഞെങ്കിലോ എന്ന് കരുതി അവരുടെ പേരിൽ ബലിയർപ്പിക്കുന്ന ഒരു ജോബിനെ ഇവിടെ കാണുന്നുണ്ട്. കാരണം തന്റെ മക്കൾ നാളെ, ഇന്ന് ചെയ്തില്ലെങ്കിൽ തന്നെ നാളെ ഒരു തെറ്റ് ചെയ്താൽ ദൈവമേ അതിന്റെ പരിഹാരം ഞാൻ ചെയ്തോളാം. എത്ര സമ്പന്നതയിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ഒരു ജോബിനെ നമ്മൾ അവിടെ തുടങ്ങിയേ കാണുന്നുണ്ട്. സമ്പന്നനാണ്, ആഘോഷങ്ങളുണ്ട്, നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ ഈ ആഘോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമ്പന്നതയ്ക്കെല്ലാം 1-ാം സ്ഥാനം ദൈവത്തിനായിരുന്നു. അങ്ങനെ നല്ലൊരു ജോബിനെ, ആ നീതിമാന്റെ ഏറ്റവും അങ്ങേയറ്റമാണല്ലോ കാണിക്കുന്നത്. കാരണം എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെന്റെ ദൈവം തന്നതാണെന്നുള്ള ഉത്തമ ബോധ്യത്താൽ ആ ദൈവത്തോട് ചേർന്ന് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന, ആ മക്കളെയെല്ലാം അങ്ങനെ വളർത്തുന്ന, അതുതന്നെയാണ് നമ്മൾ ഒരു പരദീസ അനുഭവം എന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകത്തിലെ പരദീസ അനുഭവം നമ്മളവിടെ കാണുക. ദൈവം, ജോബ്, മക്കള്, നല്ല സിറ്റുവേഷൻ, എല്ലാം കൊണ്ടും നല്ലതായ ഒരു അനുഭവം. ആ മക്കള് ആബേലിന്റെയും കായലിന്റെയും ഓപ്പോസിറ്റ് ആയിരുന്നു ഈ മക്കള്. അവര് തമ്മിൽ ശത്രുതയായിരുന്നു, ചേട്ടനും അനിയും തമ്മിൽ. എന്നാൽ ഇവര് തമ്മിൽ ഭയങ്കര ഐക്യമാണ് അവിടെ കാണിക്കുക. കാരണം അവരെല്ലാം ഒന്ന് ചേർന്നിരുന്നു എന്നാണ് എഴുതുക. ഒന്ന് ചേർന്ന് ദൈവത്തോടു കൂടി ആഘോഷങ്ങളിൽ അപ്പൻ പറയുന്നതനുസരിച്ച് ജീവിച്ച മക്കള്. പണ്ട് അപ്പനെ അനുസരിക്കാത്ത, സഹോദരനെ സ്നേഹിക്കാത്ത ആബേലും കായേനുമാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. സഹോദരന്മാർ തമ്മിൽ ഭയങ്കര ഐക്യത്തെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉൽപ്പത്തിയിലെ ഒരു പറുദീസ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജോബ്. എന്നാൽ പെട്ടെന്ന് ഒരു നാടകീയമായ കഥ പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ ചോദ്യമില്ല. പിശാച് ദൈവസന്നിധിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതായിട്ട് അവിടെ കാണിക്കുക. എന്നിട്ട് പിശാച് പറഞ്ഞു, ദൈവം ചോദിക്കുകയാണ്, നീ നാട് മുഴുവൻ ചുറ്റി നടന്നു. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ അധിപനായ ഒരു പിശാചിനെ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ട് നീ ആരെ കണ്ടു, എന്നെ സ്നേഹിക്കുന്ന ആരെയാണ് നീ കണ്ടു? അപ്പം പറയാണ്, നിന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നീ ദൈവത്തോട് പറയാണ്, എന്റെ ജോബിനെ നീ കണ്ടോ എന്നുള്ള ക്വസ്റ്റിന് പിന്നെ എല്ലാ സൗകര്യങ്ങളും ആർഭാടങ്ങളും പണവും സമ്പത്തും മക്കളും സന്തോഷവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാ നിന്നെ സ്നേഹിക്കാൻ പറ്റാത്ത? ഇവിടെ 2 ധ്വനിയുണ്ട്. സാത്താന്റെ ഒരു സ്വഭാവമാണ് പരിഹസിക്കുക എന്നുള്ളത്. നന്മ ചെയ്താലും ചില മനുഷ്യരിലും ആ സ്വഭാവമുണ്ട്. ഒരുത്തൻ പണ്ട് തമാശന് പറയും, ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തിപ്പൂവാന്ന് പറയുള്ളൂ. ഇത് തമാശനേക്കാളും ഒരു അർത്ഥമുണ്ട് അതിന്. കാരണം ചിലർ വളരെ നീതിയോടെ, ഉദാഹരണം പറഞ്ഞാൽ ഒരു അനാഥ മന്ദിരത്തിലേക്ക് കുറച്ച് സഹായം, കുറച്ച് സാധനം മേടിച്ചു കൊടുത്തേക്കാമെന്ന് കരുതി ഒരു മനുഷ്യൻ കുറച്ച് സാധനം മേടിച്ചു കൊടുക്കുമ്പം ഇവന്റെ കൂട്ടുകാർ 4 പേര്, അവനിപ്പം വലിയ പുള്ളിയായി, അവനാ പേര് കിട്ടാൻ വേണ്ടി കണ്ടില്ല, അനാഥ മന്ദിരത്തിൽ കൊണ്ടേ അരി മേടിച്ച് കൊടുക്കുകയാണ്, കണ്ടോ അവനതൊക്കെ ഷോ കാണിക്കുന്ന. അവിടെ പരിഹസിക്കാൻ ഒരു മൈൻഡ് ചില മനുഷ്യർക്കുണ്ട്. നന്മയാണ് ചെയ്യുന്നത് ഈ മനുഷ്യനെന്ന് അറിയാമെങ്കിലും ഇയാളെ ഒന്ന് കളിയാക്കുന്ന സ്വഭാവം അത് പിശാചിനും ഉണ്ടായിരുന്നു. ഇതെല്ലാം കിട്ടിയാൽ പിന്നെ ആർക്കാ എന്താ ചെയ്യാൻ മേലാത്തെ, ദൈവത്തെ സ്തുതിക്കാൻ മേലെ, ആരാധിക്കാൻ മേലെ, ഒരു കളിയാക്കൽ അതാണ്. മറുസൈഡ് ഈ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ആധികാരികമായ കാരണം, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്റെ ആധികാരികമായ കാരണം ഈ സമ്പത്തൊക്കെ നിലനിൽക്കാനാണ്, അല്ലെ എനിക്ക് അനുഗ്രഹം കിട്ടാനാണ്. ഇത് ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഒരു പിശാചിട്ട് കൊടുത്ത ചോദ്യമാണെങ്കിലും അതിന്റെ അകത്ത് വലിയ അർത്ഥമുണ്ട്. ഒരു നല്ല ശതമാനം മനുഷ്യരും ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്റെ കാര്യം നടക്കാനും, എന്റെ സമ്പത്ത് കൂടാനും, എന്റെ മക്കളുടെ ജോലിക്ക് സ്ഥിരത കിട്ടാനും, എന്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും വേണ്ടിയാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് അർത്ഥമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അതായാൽ ഈ പിശാചിന്റെ ചോദ്യത്തിന് ഒരു മറുപടിയായി പോവും നമ്മൾ ഇന്നത്തെ ജീവിതവും. അങ്ങനെ ജോബിന്റെ ആ നീതി
അല്ലെങ്കിൽ സത്യസന്ധത, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം ഇതിലൊന്നുമല്ലെന്ന് ജോബിന് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പിന്നീട് കാണുക. ഇതിനൊന്നും വേണ്ടി അല്ല എന്റെ ദാസനായ ജോബ്. എന്റെ ദാസനായ ജോബ് എന്നെ സ്നേഹിക്കുന്നത് ഇതെല്ലാം പോയാലും സ്നേഹിക്കും. അപ്പൊ നമ്മൾ ആദ്യം കാണുക 3 മെയിൻ രംഗങ്ങളായിട്ട് ഈ ജോബിന്റെ പുസ്തകത്തെ മാറ്റിയാൽ ആദ്യത്തെ ഘട്ടത്തിൽ ആമുഖ രംഗം പറുദീസ അനുഭവമായ ജോബിന്റെ ജീവിതം ജോബിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് സാത്താൻ പ്രവേശിക്കുന്നു. ദൈവം സാത്താന് മറുപടി കൊടുക്കുന്നു. ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ പുറപ്പെടുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1ഉം 2ഉം അധ്യായത്തില് ജോബിനെ സന്ദർശിക്കാൻ സ്നേഹിതന്മാർ വരുന്നിടം വരെയുള്ള ഒരു സംഭവമാണ് ഒന്നാമത്തെ ഘട്ടമായിട്ട് കാണുക. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ജോബും സ്നേഹിതന്മാരും തമ്മിലുള്ള സംവാദം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വർത്തമാനമാണ് അവിടെ കാണുക. ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം, ഒന്നാമത് ജോബിനെ നമുക്ക് പരിചയപ്പെട്ടു. ദൈവത്തിന്റെ ജോബിനോടുള്ള ആ ആഴമായ വിശ്വാസം, ദൈവത്തിന് ജോബിൽ ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ സാത്താൻ അത് തകർക്കാൻ ശ്രമിക്കുന്നു. നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നതൊക്കെ കാര്യം കാണാനാണെന്ന് തെളിയിക്കാം എന്ന് വാദിക്കുകയാണ്. അവിടെ അല്ല, എന്റെ ജോബ് അങ്ങനെ എന്നെ തള്ളിപ്പറയില്ലെന്ന് ദൈവത്തിന്റെ ഉറച്ച വിശ്വാസം. അവിടെ ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ പോകുന്നു. ജോബിന്റെ ദയനീയമായ അവസ്ഥ, അതായത് പറുദീസ വിത്തിൻ സെക്കൻഡിൽ മരുഭൂമിയായി മാറുന്നു. വലിയ ആഘോഷ സമയത്ത് തന്നെ മിന്നൽ പിണർ പോലെ ഒന്നിനൊന്നായി എല്ലാം നഷ്ടപ്പെടുന്നു. എല്ലാം വിതിൻ സെക്കൻഡ് നഷ്ടപ്പെടുക. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു സമ്പന്നനായ മനുഷ്യൻ, നല്ല മനുഷ്യനാണ്, അവർക്ക് സമ്പത്തുണ്ടെങ്കിലും നല്ല മനുഷ്യനാണ്. ആ മനുഷ്യന്റെ നല്ലൊരു കല്യാണ പാർട്ടി നടത്തുക. പാവങ്ങളും മുതലാളിമാരും എല്ലാ പാർട്ടിക്ക് ഇടയ്ക്കുണ്ട്. ഈ പാർട്ടി നല്ല ആഘോഷമായി നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ന്യൂസുമായിട്ട് വരിക, ദേ നിന്റെ ആ ബിസിനസ്സിൽ മുഴുവൻ നഷ്ടപ്പെട്ടു, ആ ബിൽഡിംഗ് ഇതാ, നിന്റെ ആ നീ പണിത കെട്ടിടം, ഇന്ന ഭാഗത്തുള്ള കെട്ടിടം ഇടിഞ്ഞു പോണി, അപ്പുറത്ത് മക്കൾ ഇതാ മറിഞ്ഞു വീഴുന്നു, മരിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ ഭീതിതമായ നിമിഷം വരുമ്പോൾ സാധാരണ നമ്മൾ ജോബിനെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും സഹനം കേട്ടിട്ടുണ്ട്, ജോബ് എന്നും പറയും. പക്ഷെ ഇങ്ങനെ നമ്മൾ ഇച്ചിരി ആഴത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, സാധാരണ ഏത് മനുഷ്യനും ഇതെന്ത് സംഭവിച്ചെന്നോർത്ത് നമ്മൾ മേലോട്ട് നോക്കും. ഇത് ഇനി എന്നാ പറയേണ്ടതെന്ന് പോലും മനസ്സിലാകാത്ത രീതി സ്തംഭിച്ചു നിൽക്കും. അവിടെ ഒന്നാം ഘട്ടത്തിൽ ജോബ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഏറ്റവും വലിയ മറുപടി. ഒന്നാം ഘട്ടത്തിൽ ജോബിന്റെ ഭാര്യ പറയുന്നുണ്ട്, എന്താ മനുഷ്യ ഇത് ദൈവത്തെ നിങ്ങൾ ഇനിയും വിളിച്ച് അപേക്ഷിക്കുകയാണോ, നാണമില്ലേ നിങ്ങൾക്ക്? അവിടെ ഒരു ഉത്തരം പറയുന്നത് ജോബ് ഇങ്ങനെയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. അപ്പോൾ ആദ്യഘട്ടത്തിലെ ഈ സഹനത്തിനെ ദൈവം തന്നതാണെന്നും ദൈവം എടുത്തതാണെന്നും പറയാനുള്ള ഒരു സഹനത്തെ ഈസിയായിട്ട് കാണുകയാണ്. ഈ വലിയ സഹനമാണ്, തമാശ സഹനമല്ല ഇവിടെ സംഭവിച്ചത്. എല്ലാം പോവുകയാണ്. ആടുമാടുകൾ ചത്തു, അവിടുത്തെ സർവ്വസമ്പത്തും പോയി, മക്കളിതാ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ദൈവം തന്നു ദൈവം എടുത്തു എന്ന് യോബ് പറയാം. നമുക്ക് ആ വാക്കിനെ എടുത്ത് ഈസിയായിട്ട് അങ്ങ് പറയാൻ നല്ല എളുപ്പമാണ്. നമ്മളൊരു നാടകം പോലെ ഈ രംഗത്തെ ഒന്ന് ഓർത്തു കൊണ്ടിരിക്കുക. അവിടെ ഒന്നാം ഘട്ടം തീരുകയാണ്. രണ്ടാം ഘട്ടത്തില് 3 സ്നേഹിതര് ജോബിന് വരുന്നുണ്ട്. അവരുടെ 3 പേരുടെയും പേരുകൾ നമ്മളൊന്ന് ഓർക്കുന്നതല്ലാണ്. ഒന്ന് ഏലീഫാസ്, അതിന്റെ അർത്ഥം ദൈവം വിജയിപ്പിച്ചവനെന്നാണ്. രണ്ടാമത്തെ ആള് ബിൽദാദ്, ബാല് ദൈവമായിട്ടുള്ള എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തെ ആള് സോഫാർ, അതിന് ചെറിയ പക്ഷി എന്നാണ് അർത്ഥം. ഇവര് 3 പേരും ജോബിന്റെ വേദന അറിഞ്ഞ്, ജോബിനുണ്ടായ അനർത്ഥം അറിഞ്ഞ് ആ ജോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അവര് വിലപിച്ച് കരഞ്ഞ്, ഈ തിരിച്ചറിയാൻ പറ്റുന്നില്ല തന്റെ സ്നേഹിതനെ, വളരെ വേദനിച്ച് അവര് കടന്നു വരിക. ഇവര് വേദനിച്ച് കടന്നു വന്നിട്ട് ഏത് പൊസിഷനിലാണ് അപ്പോ കാണുന്നത്? നമുക്ക് അറിയാം, രംഗം പലതിങ്ങ് പോകുന്നു. ആദ്യഘട്ടം എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ജോബ് ഒരു ഇഞ്ച് പോലും ദൈവത്തെ തള്ളി പറയുന്നില്ല. അപ്പൊ പിശാച് പിന്നെയും അടുത്ത മീറ്റിംഗ് നമ്മൾ വീണ്ടും കാണിച്ചു തരിക വചനത്തിലൂടെ. പിശാച് വീണ്ടും ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പൊ ദൈവം ചോദിക്കുന്നു, എന്റെ ജോബ് തള്ളി പറഞ്ഞില്ല എന്നെ. അപ്പൊ പിശാച് പറഞ്ഞു, മക്കള് പോയാലോ സമ്പത്ത് പോയാലോ നാളെ ഇതെല്ലാം കിട്ടുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ചിലപ്പോൾ നിന്നെ തള്ളിപ്പറയണമെന്ന് നിർബന്ധമില്ല. അവനെ പിടിക്കേണ്ട മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവൻ ആരെയും ദൈവത്തെ തള്ളിപ്പറയില്ല. കുറച്ചുകൂടെ വിശ്വാസം കൂടുതലുള്ളതുകൊണ്ട് അവന്റെ ആരോഗ്യത്തെ പിടിക്കാതെ, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മേഖലയായ അവന്റെ സ്വന്തം ജീവനെ പിടിക്കാതെ ഇവൻ നിന്നെ തള്ളിപ്പറയില്ല. മൂന്നാം ഘട്ടത്തിലേക്കാണ് വരുന്നത്. എങ്ങനെ സംഭവിച്ചു? നമ്മൾ വചനത്തിൽ കാണുകയാണ്, ജോബിന്റെ അറ്റ കൈയാ ചെയ്യുക. ഒരു വയറുവേദനയാ ജോബിനങ്ങ് കൊടുത്തെങ്കിൽ സാരയില്ലായിരുന്നു. അല്ലെ തലയ്ക്കകത്ത് ഒരു ക്യാൻസർ വന്നങ്ങ് മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇതാരും കാണാനും പോകുന്നില്ല. വേദന സ്വന്തമായിട്ട് സഹിച്ചാൽ മതിയായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലോട്ട് എത്തുകയും ചെയ്യാം. അതും ചിലപ്പോൾ ജോബ് സഹിച്ചെന്ന് വരും. പക്ഷെ ഇത് പ്രത്യക്ഷമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുക, ജോബിന്റെ ത്വക്കില്, അതായത് ദേഹം മുഴുവൻ കുഷ്ഠം കൊണ്ട് നിറഞ്ഞു, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അത് യഹൂദന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ വചനം എഴുതുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് അന്നത്തെ ഏറ്റവും ഹീനമായ രോഗമാണത്.
മനുഷ്യന് അടുക്കുകയറാത്ത രോഗമാണത്. അങ്ങോട്ടാരും പോകുകയില്ല. കാരണം ഇത് പഴുത്തൊലി ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത് കാണാൻ ആർക്കും ഇഷ്ടമില്ല. നമുക്ക് പകരുമോ എന്ന് പേടിയും വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ക്യാൻസർ ആ തലയ്ക്കകത്ത് വന്നെങ്കിൽ അത്രയും ബാധകമല്ല. ഈ അനുഭവിക്കുന്ന ആൾ അനുഭവിച്ചിട്ട് അങ്ങ് മരിച്ചു പോയേനെ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹീനമായ ഒരു രോഗം, ത്വക്ക് ഇങ്ങനെ പൊട്ടി ഒഴുകിയിരിക്കുന്നതിനെ ചൊറിഞ്ഞ് മാന്തി ചാരത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു ജോബ്. അവിടേക്കാണ് ഈ സ്നേഹിതർ വരിക. വന്ന ഇവരെന്താ ചെയ്തത്? അവര് ഉറക്ക നിലവിളിച്ചു, ജോബിനെ ഓർത്ത് കരഞ്ഞു. ജോബിന്റെ അവസ്ഥ കണ്ട് അവര് തലയിൽ ചാരം പൂശി. അതിന്റെ അർത്ഥം ജോബിന്റെ കൂടെ തന്നെ ജോബിനെ പോലെ ചാരവും പൂശിയെ അവര് 7 രാവും 7 പകലും ഒന്നും മിണ്ടിയില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഒന്ന് ഓർത്ത് നോക്കി, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും കിട്ടുമോ? അപ്പൊ ഒരുപക്ഷെ എന്നാ സ്ട്രോങ് സ്നേഹിതരായിരുന്നെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രി കിടക്കുക, അല്ല നമുക്കൊരു അസുഖം വന്ന ആശുപത്രി കിടക്കുക, നമ്മുടെ എത്ര വലിയ സുഹൃത്തുക്കൾ വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒഴിച്ച് ഏത് സുഹൃത്തുക്കൾ വന്നാലും 15 മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടി വന്ന അരമണിക്കൂർ നിൽക്കും. കാരണം അവർ വർത്താനമൊക്കെ പറഞ്ഞ് അവർക്ക് 2-3 കാര്യമാണ്. ഒന്നാമത് അത്രേ അവർക്ക് പറ്റുകയുള്ളൂ. രണ്ടാമത് അത് കൂടുതൽ ഒരു ആശുപത്രിയുടെ ഒന്നാമത്തെ AC ആശുപത്രിയിലാണെങ്കിൽ പോലും ഇരിക്കാൻ മനുഷ്യന് ഇഷ്ടമല്ല. ഉള്ള വേണ്ട ഇവിടെ നിന്ന് പോയാൽ മതി, സ്നേഹം കൊണ്ടൊന്ന് വന്നു കണ്ടുപോയി, അത്രേ ഉള്ളൂ. എന്നാൽ ഇവർ 7 രാവും 7 പകലും ഇവരൊന്നും മിണ്ടാതെ ഈ ചാരത്തിൽ കിടക്കുന്ന പഴുത്ത് പുഴുത്തിരിക്കുന്ന ജോബിന്റെ കൂടെ അവർ വരുന്നു. അവിടെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് 100 മാർക്ക് കൊടുത്തേ പറ്റൂ. ഇവര് ചാരം പൂശി അവർ വരുന്നു, ഒന്നും മിണ്ടിയില്ല. മൗനം ഭഞ്ജിച്ച് വർത്തമാനം തുടങ്ങുക. പിന്നെ സ്നേഹിതര് 3 പേരും സംസാരിക്കുന്നു. ജോബ് ഈ 3 പേർക്കും മറുപടി കൊടുക്കുന്നു. അതാണ് പിന്നീട് കാണുന്നത് 2ാം ഘട്ടം. ആദ്യത്തെ ഘട്ടം ജോബിനെ പരിചയപ്പെടുത്തുന്നു, പിശാചിന്റെ പരീക്ഷണം, സ്നേഹിതന്മാരെത്തുന്നിടം വരെയാണ്. 2ാം ഘട്ടത്തിൽ എന്താണ്? ഈ 3 പേരുടെയും സംഭാഷണമാണ്. എലീഫാസിന്റെയും ബിൽദാദിന്റെയും സോഫാറിന്റെയും. അവർക്ക് ജോബ് കൊടുക്കുന്ന മറുപടിയാണ് 3ാമത്തെ രംഗം. അത് 41-ാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർക്ക് അത്ഭുതമാണ്. കാരണം അവര് പറഞ്ഞു, ഈ 3 സ്നേഹിതന്മാരും പറഞ്ഞ പോയിന്റുകൾ നമ്മൾ ഓരോ വാക്കിലെങ്കിലും ചിന്തിക്കുകയാണ്. എലീഫാസ് പറഞ്ഞു, ദൈവത്തിന്റെ നീതിയാണ് എടുത്തെടുത്ത് പറയുക. നീതിമാനായ ദൈവം, ദൈവത്തിന് തെറ്റുപറ്റില്ല. അപ്പൊ ആർക്കാ പിന്നെ തെറ്റുപറ്റിയത്? നിനക്ക് തെറ്റുപറ്റി. നീ ആ തെറ്റിനെ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് എന്താ സംഭവിച്ചെന്ന് നീ ഒന്ന് പഠിക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നീ അത് ഏറ്റുപറ. ഇങ്ങനെ പലവട്ടം ഓരോ സംഭാഷണത്തിന്റെ അകത്തും സ്ട്രോങ് ആയിട്ട് എലീഫാസ് പറയുന്ന ആശയം ദൈവനീതി ഹൈയാണെന്നും നീ എന്തോ വലിയ അനീതി നിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെന്നും ഇത് മാറ്റുന്നതാണ് നിനക്ക് ഏറ്റവും അത്യാവശ്യമെന്നും അങ്ങനെ മാറ്റിയാൽ നിനക്ക് ഈ പോയ ഐശ്വര്യം ചിലപ്പോൾ ദൈവം തിരിച്ചു തരുമെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊരു സാധാരണ കൂട്ടുകാരന്റെ സാധാരണ ഒരു ഉപദേശം തന്നെയാണ്. കാരണം നിനക്ക് ഇത്രയും വലിയൊരു അബദ്ധം നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഗതികേട് വരണമെങ്കിൽ ചിലത് തീർന്നു പോയെന്ന് നമ്മൾ ഓർക്കാറുണ്ട്. ചില ജീവിതങ്ങളെ നമ്മൾ കാണാറുണ്ട് വളരെ ദയനീയമായിട്ട് താഴോട്ട് പോയി. ആദ്യം വീട് പോയി, അത് കഴിഞ്ഞപ്പോൾ ഒരു മകൻ പഠിച്ചു വന്നത്, അവന് അസുഖം വന്ന് അവനിതേ കിടക്കുന്നു, അപ്പനിതാ തളർന്നു കിടക്കുന്നു. ഇങ്ങനെ ഒരു 3-4 സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുവട്ടം നിൽക്കുന്ന എല്ലാ മനുഷ്യരും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവൻ എന്തോ സംതിങ് വലിയ പ്രശ്നം, ദൈവത്തിന്റെ ഒരു ശാപം ഇവന്റെ കുടുംബത്തിന്റെ ചുറ്റും എന്തോ സംഭവിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വരികില്ല. ഇതേ ചിന്ത തന്നെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന കാലഘട്ടം വന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവര് പറഞ്ഞത്, നീ ഇത് ചുമ്മാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ ഇത് വരില്ല. നിനക്ക് എവിടെയോ സംതിങ് റോങ് പറ്റിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തോ വലിയ പ്രതിസന്ധി നീ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഞങ്ങളോടൊന്നും പറയുന്നില്ലേലും നിന്റെ നിഗൂഢമായ രഹസ്യങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ ഉള്ളറകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജോബ് അതിന് മറുപടി പറയുന്നുണ്ട്, ദൈവത്തെ വിധിക്കാൻ ഞാൻ ആളല്ല, എനിക്ക് അതിനുള്ള ബുദ്ധിയുമില്ല. പക്ഷേ ജോബ് ഈ 3 കൂട്ടുകാരോടും, സോഫാർ പറയുകയാണ്, നീ ഉള്ള വേഗം എന്ത് ചെയ്യണം, നീ മാനസാന്തരപ്പെട്ടു, നീ കുറച്ച് ഏറ്റു പറഞ്ഞു, നീ ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് നീ ഒന്ന് മാറ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ ആശയങ്ങളിലും സ്ട്രോങ് ആയിട്ട് ഇവർ പറയുമ്പോൾ ഇവരോട് 3നോടും ജോബിന് പറയാനുള്ളത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ നിഷ്കളങ്കനായ ദൈവസന്നിധിയിൽ ജീവിച്ചെന്നാണ്. ഇത് രണ്ടും ശരിയല്ലേ? ജോബ് പറയുന്നതും ശരിയാണ്, അവര് പറയുന്നതും ശരിയാണ്. ദൈവം ഒരു നീതിമാനെ ഇതുപോലെ ശിക്ഷിക്കുമോ? അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല ദൈവം ഒരു നീതിമാനെ ശിക്ഷിക്കുമെന്ന്. ഇന്നും നമ്മളൊരു പക്ഷെ ചിന്തിക്കാൻ മേലെ സഹനമെല്ലാം ഇങ്ങനെ. എന്നാലും ഒരു മറുസൈഡും കൂടെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ജോബിന്റെ സഹനം ദൈവത്തോട് ചേർന്ന സഹനമായിരുന്നു.
ജോബ് ഏത് സഹനത്തിന്റെ അകത്തും പിന്നെ നമ്മൾ കാണുന്നുണ്ട് തുടർന്ന് വരുമ്പോൾ ജോബ് കരയുന്നു, നിരാശപ്പെടുന്നു, ജനിച്ച നിമിഷത്തെ ശപിക്കുന്നു. അമ്മയുടെ ഉദരം എന്നെ ഗർഭം ധരിക്കാതിരുന്നെങ്കിൽ, അത് സഹധർമ്മിണി പറഞ്ഞപ്പോൾ ഞാൻ മരിച്ചുപോയെങ്കിൽ, ഞാൻ ഉണ്ടായതേ അങ്ങ് മരിച്ചുപോയെങ്കിൽ, ഈ ലോകത്തിൽ ഈ ഒരു മനുഷ്യന് പറയാവുന്ന സർവ്വ ഭാഷയിലും ജോബ് തന്നെ തന്നെ ശപിക്കുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ വരുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പിടിച്ചു നിന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, പൊക്കോട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനായി ഈസി ആയിട്ട് സഹനത്തെ സ്വീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്ന തിന്മയും സ്വീകരിക്കണ്ടേ. രണ്ടാമത്തെ പൊസിഷനില്ല, എല്ലാം നശിച്ച് തീരുക. രോഗിയായപ്പോഴും പറഞ്ഞു പിടിച്ചു നിന്നു. എന്നാൽ ഈ കൂട്ടുകാര് വന്ന് തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ, തന്നെ വേദനിപ്പിച്ചപ്പോൾ, തന്നെ നിരാശപ്പെടുത്തിയപ്പോൾ തന്റെ കൂടെ ഒന്ന് നിൽക്കുമെന്നാ പുള്ളി ഓർത്തത്. ഏത് മനുഷ്യന്റെ ഒരു അവസ്ഥയതാ. ചിലപ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന എന്റെ കൂടെ ഒന്ന് സഹായിക്കാൻ എനിക്കൊരു കൂട്ടുകാരൻ കാണുമെന്ന് ഓർത്ത് ആ കൂട്ടുകാരനായിരിക്കും ഏറ്റവും വലിയ ഉപദ്രവം ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, എന്റെ ഭാര്യ എന്റെ കൂടെ നിൽക്കും ഈ സഹനത്തിൽ നിന്നോർത്ത് ഭർത്താവ് കഷ്ടപ്പെട്ടതെല്ലാം ശൂന്യമാക്കി വരുന്ന ഭാര്യ ഇട്ടിട്ട് ആ സമയത്ത് പോകുമ്പോൾ ഈ മനുഷ്യൻ അവിടം വരെ പിടിച്ചു നിന്നെങ്കിലും ചിലപ്പോൾ അവിടെ വരുമ്പോൾ തകർന്നു പോകും. ഇനി നല്ലൊരു മകനെ വളർത്തിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ ഒരു മകളെ വളർത്തിക്കൊണ്ട് വന്നു, ഈ കൊച്ച് കഷ്ടപ്പെട്ട് വളരെ വേദനിച്ചായിരിക്കും ഈ കൊച്ചിനെ പഠിപ്പിച്ച് വളർത്തിയെടുത്തത്. ഈ കൊച്ചാണ് എനിക്ക് ഇനി ഒരു വയ്യെന്നാവുമ്പോ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി തരും എന്ന് ഓർത്ത് ഈ കൊച്ചിനെ കണ്ട് ജീവിച്ച് ആ കൊച്ചിനെ തോന്നിയ പോലെ എവിടെയോ പോയി. അവിടെ തകർന്നു പോകുന്ന സാധാരണ ഒരുമാതിരി എല്ലാ മനുഷ്യന്റെയും പ്രത്യേകതയാണ്. ജോബിന്റെ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ തകർച്ചേനെ ഈസിയായി തള്ളി, രണ്ടാമത്തെ തകർച്ചേനെ പിടിച്ചു നിന്നു, മൂന്നാമത്തെ ആയപ്പോൾ ഈ കൂട്ടുകാരല്ല കൂടെ നിൽക്കുന്നവര് നമ്മളെ തളർത്തിക്കളയുമ്പോൾ, അല്ലെ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തകരുമെന്നുള്ളതിന്റെ വലിയൊരു സംഭവം, ഒരു സീലടിച്ചു തരികയാണ് ജോബിന്റെ പുസ്തകത്തിൽ. ബാക്കി എല്ലായിടത്തും പിടിച്ചു നിന്ന ജോബ് ഈ മൂന്ന് കൂട്ടുകാരും കൂടെ സ്ട്രോങ് ആയിട്ട് വിഷമിപ്പിച്ചപ്പോൾ, അവര് കുറ്റം ചുമത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. എന്നിട്ട് ജോബ് നിരാശയോടെ പറയുകയാണ്, ഞാനൊന്ന് മരിച്ചാൽ മതി. ആദ്യത്തെ ഘട്ടത്തിൽ അതാണ്, പിന്നത്തെ പറച്ചില് എനിക്കിനി ഈ ലോകത്തിലൊന്ന് ജീവിക്കണ്ട, എന്നെ ഒന്ന് കൊല്ലാമോ, ഞാനൊന്ന് മരിച്ചോട്ടെ. മനുഷ്യന്റെ അവസ്ഥ അതായിരിക്കും. എല്ലാരും കൂടെ തഴഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതാ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. രണ്ടാം ഘട്ടത്തിൽ ജോബ് പറയും, ഞാൻ ജനിച്ചല്ലോ. ഓരോ പടി കയറി വരുക നിരാശ കയറി വന്ന് തകരുന്ന ഒരു ജോബിനെ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ജോബിന്റെ സഹനത്തിൽ ഒരിടത്തും ജോബ് ദൈവത്തോടാ പരാതി പറയുന്നത്. മറ്റ് ദേവന്മാരോടോ ദേവിമാരോടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോടൊന്നുമല്ല. നിരാശപ്പെട്ട് പറയുന്നതും ദൈവത്തോടാ. നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? പരാതി പറയുന്നതും ദൈവത്തോടാ. എന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴേ നിനക്ക് എന്നെ കൊല്ലാൻ മേലായിരുന്നു. ക്വസ്റ്റ്യൻ മുഴുവൻ ദൈവത്തോടാ. അല്ലയോ നമ്മളെ ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങള് ജോബിനെ പോലെയൊന്നും നമ്മളൊക്കെ വരുന്നില്ല. ചെറിയ ചെറിയ സഹനങ്ങള്, പ്രതിസന്ധികള്, വേദനകള്, നിരാശകള്, അതുപോലെ തന്നെ ഒറ്റപ്പെടലുകള്, അതാണ് ഇപ്പൊ ഒരു പരിധി വരെ എല്ലാവർക്കും സഹിക്കാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള. ചിലപ്പോൾ സമ്പത്ത് പോയാലും പലരും പിടിച്ചു നിൽക്കും. സാരമില്ല, ഉള്ളതും കൊണ്ട് ജീവിക്കാന്ന് ചിലർ പറയും. ഇനി ജീവിതത്തിലെ കുറച്ച് പ്രതിസന്ധികളോ രോഗങ്ങളോ വന്നാലും ചിലപ്പോൾ പിടിച്ചു നിൽക്കും. എന്നാൽ കുടുംബത്തിലുള്ളവരല്ല ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തുമ്പോൾ, നിരാശപ്പെടുത്തുമ്പോൾ, അധ്വാനിച്ചതെല്ലാം വ്യർത്ഥമായപ്പോൾ, അല്ലെങ്കിൽ ഇവരെല്ലാവരും നമ്മളെ തഴഞ്ഞു പറയുമ്പോൾ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അവൻ തീർച്ചയായിട്ടും തകർന്ന് നിരാശയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു മനുഷ്യൻ സഹിക്കുന്നുണ്ടെങ്കിൽ ആ സഹനത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ദൈവം അനുവദിച്ച സഹനമാണ് എങ്കിൽ അവനെ കുറ്റപ്പെടുത്തുവാൻ നീ എത്ര നീതിമാനാണെങ്കിലും നിനക്ക് അവകാശമില്ല. കാരണം ദൈവം അവനെ കണ്ടിട്ടുണ്ട്. അവന് എന്താ സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാ. ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല. ജോബിന് എന്നാ സംഭവിക്കുന്നേ എന്ന് ഓരോ സെക്കൻഡും നോക്കിക്കൊണ്ടാ ദൈവം ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോന്നിന്റെ അവസാനം മറുപടി ദൈവമാ ചോദിക്കുന്നത്. ദൈവം ജോബിനോട് സംസാരിക്കുന്നു, കൂട്ടുകാരെ തകർത്ത് കളയുക, നിരാശപ്പെടുത്തി. ഈ പറഞ്ഞതെല്ലാം തിരിച്ചങ്ങോട്ടാ സംഭവിക്കുന്നത്. കൂട്ടുകാരുടെ സർവ്വ സമാധാനം പോവും, ഐശ്വര്യവും പോയി എന്നാ ബൈബിളിൽ എഴുതുന്നത്. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ ഉള്ളൂ നിനക്ക് ഇനി തിരിച്ചു തരുള്ളൂ പറഞ്ഞു നിന്റെ ഈ ഐശ്വര്യം. അതിന്റെ അർത്ഥം ഓരോ വാക്കും കൂട്ടുകാർ പോയിരുന്ന് സംസാരിച്ചതെല്ലാം ദൈവം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില പ്രതിസന്ധികളിൽ ഈ കാലഘട്ടത്തിന്റെ തന്നെ നമ്മൾ ഓർത്ത് നോക്കുക, അൽഫോൻസാമ നന്നായിട്ട് സഹിച്ച ഒരു കന്യാസ്ത്രീയായിരുന്നു. നമുക്കറിയാം, ഒരു സിസ്റ്ററിന് പള്ളിയിൽ പോയി കുർബാനയ്ക്ക് സംബന്ധിക്കാൻ പോലും പറ്റാത്ത വിധം രോഗം എന്ന് പറയുമ്പോൾ എത്രയധികം മറ്റുള്ളവര് കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്, അപമാനിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സംഭവങ്ങൾ തന്നെയാണ്, ഒരു സംശയം വേണ്ട. കാരണം വിശുദ്ധ കുർബാനയ്ക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കന്യാസ്ത്രീ, അതും ചെറുപ്പത്തിലെ, പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അതിനെ ഉൾക്കൊള്ളും, പ്രായമായി. ഇത് ചെറുപ്പത്തിലെ അത്രയധികം ദുസ്സഹമായ പീഡകളും വേദനകളും രോഗങ്ങളും ഈ പ്രായം കൊണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് സിസ്റ്റർ അൽഫോൻസ എന്ന് പറയുന്ന കൊച്ചു കന്യാസ്ത്രീ. എന്താണ് അതിന്റെ അകത്ത്? സിസ്റ്റർ
അൽഫോൻസായിക്കും ഉണ്ടായിരുന്ന വ്യത്യാസം നമുക്കറിയാം. മറ്റുള്ളവർ കണ്ണുനീരോടെ ശാപത്തോടെ ശപിച്ചുകൊണ്ട് വേദനയോടെ ഈ സഹനം ഏറ്റെടുത്തപ്പോൾ വിശുദ്ധയായ അൽഫോൻസായെ വിശുദ്ധയാക്കാൻ വേണ്ടി അവളിൽ ദൈവകൃപ നിറഞ്ഞിരുന്നതുകൊണ്ട്, ദൈവ സാന്നിധ്യം നിറഞ്ഞിരുന്നതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ആ സഹനത്തെ പുഷ്പം പോലെ സ്വീകരിച്ചു. ഓരോ സഹനത്തെയും നിരാശയില്ലാതെ സ്വീകരിച്ചു. ഓരോ സഹനത്തെയും വലിയ പൂക്കളാക്കി മാറ്റി വെച്ചു. ഇതെനിക്കൊരു വലിയ പൂന്തോട്ടമാക്കി സ്വർഗത്തിൽ ദൈവം തരുമെന്നുള്ള വിശ്വാസം വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സഹനത്തിന്റെ വില, ഈ ജോബിന്റെ അതേ സംഭവമാണ് ക്രിസ്തുവിൽ നമ്മൾ പൂർത്തീകരണം കാണുക. സഹനത്തിന്റെ പൂർത്തീകരണവും സഹനത്തിന്റെ വിലയും, സഹനം എന്താണെന്നും അവസാന വാക്കിൽ കൊണ്ട് എത്തിക്കുന്നത് കുരിശിലാണ്. ജോബിന്റെ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം കുരിശിൽ നമുക്ക് കാണാം. യേശു അപമാനിക്കപ്പെട്ടു, തെറ്റ് ചെയ്യാത്തവനെ എല്ലാവരോടും കൂടി കുറ്റം പറഞ്ഞു, ഏറ്റവും ശപിക്കപ്പെട്ടതെന്ന് തോന്നുന്ന ചിഹ്നമായ കുരിശിന്മേൽ തൂക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പിതാവായ ദൈവം ക്രിസ്തുവിനെ അഭിഷിക്തനെ ഉയർത്തി മരിച്ചവരിൽ നിന്ന് ശ്രേഷ്ഠമായി മഹോന്നതനാക്കി, രാജാതിരാജനാക്കി യേശുവിനെ ഉയർത്തി. അതേ സംഭവം ജോബിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ജോബിനെ ദൈവം ഈ തകർച്ചയിൽ നിന്നെല്ലാം, ഈ രോഗപീഠകളിൽ നിന്നെല്ലാം ഉയർത്തി എല്ലാവരുടെയും മുന്നിൽ നഷ്ടപ്പെട്ടിടത്തോളം സമ്പന്നതയെ വീണ്ടു നൽകി. എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതിന് ഇരട്ടിയായി നൽകി. തന്നെ വിഷമിപ്പിച്ച, നിരാശപ്പെടുത്തിയ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും സമാധാനവും ഐശ്വര്യവും തിരിച്ചു നൽകി. എന്തിന്റെയാണ്? സഹനത്തിന്റെ വലിയൊരു ചിഹ്നം ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് വേണ്ടി വചനം കൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ജനങ്ങളെ സഹനത്തിന് വലിയ അർത്ഥമുണ്ടെന്നും തന്നെത്താൻ സഹിക്കേണ്ടി വരുമെന്നും, എന്നാൽ അവൻ സഹിക്കുന്നത് ദൈവത്തോടുകൂടി മാത്രമാണെന്നും, അവൻ ദൈവത്തെ തള്ളിപ്പറയാൻ അവൻ ഒരിക്കലും സാധിക്കില്ലെന്നും, അവൻ ചിലപ്പോൾ തന്നെത്താനെ നിരാശപ്പെട്ടേക്കാം, ഞാൻ മരിച്ചാൽ മതി എന്നൊക്കെ പറയാം, കരഞ്ഞേക്കാം, വേദനിച്ചേക്കാം, ഇതെല്ലാം ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുമെന്നും, എന്നാലും അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവനെ മാറ്റാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ലെന്നുള്ള വ്യക്തമായ ഒരു ധാരണ ജോബിന്റെ പുസ്തകത്തിലൂടെ 42 അധ്യായത്തിലൂടെ 3 ഘട്ടങ്ങളായി 3 വലിയ നാടകരംഗങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് ലേഖകൻ നമുക്ക് കാണിച്ചു തരികയാണ്. അവസാനത്തെ രംഗത്തിലേക്കാണ് ദൈവത്തിന്റെ പ്രവേശനവും ഐശ്വര്യം തിരിച്ചു കൊടുക്കുക. അതായത് ഒരു സമ്മറി അവിടെ കൊണ്ട് എത്തിക്കുകയാണ്, എന്താണ് സഹിക്കുന്ന മനുഷ്യന് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിൽ പഠിക്കുമ്പോൾ ദൈവം എങ്ങനെ സഹിച്ച ഒരു മനുഷ്യനെ, സഹനം ഏത് നീതിമാനും ഉണ്ടാകാം, തളരരുത്. പക്ഷെ അത് ദൈവത്തോടുകൂടിയുള്ള സഹനമാണ്, ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ അതിന് ഉയർച്ചയുണ്ട്. അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ സഹിക്കുന്ന ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ആരെയും അപമാനിക്കുന്ന അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തുകൊണ്ടാണെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ വേദനകളെ അവരിൽ ഒരു ആശ്വാസ വാക്കായി നമ്മൾ മാറണം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ. സഹനം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യങ്ങൾ നേടാൻ വേണ്ടി തന്നെയല്ല എന്നുള്ളൊരു ബോധ്യം പിശാചിന് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കണം. കാരണം എല്ലാം നൽകുന്നത് ദൈവം തന്നെയാണ്. ആ സഹനങ്ങളെ ഒരു സന്തോഷമായി, കിട്ടുന്ന ചെറിയ ചെറിയ സഹനങ്ങളെ സന്തോഷമായി സ്വീകരിക്കുകയും അത് ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർക്കുകയും ചെയ്യുമ്പോൾ അതിന് വലിയ ആഴമുണ്ട്, അർത്ഥമുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും.